But where is the king? ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? The great Ali Bhai. ഒരു നടൻ എന്നതിലുപരി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതാവും ശരി. അത്രമാത്രം സിഗ്നേച്ചർ ഉള്ള ഒരു ശബ്ദമാണ് വിജയ് മേനോന്റേത്. നമ്മൾ കണ്ട പല വില്ലന്മാരുടെയും ശബ്ദത്തിന് പിന്നിൽ ഈ ഒരാളാണ്. അദ്ദേഹം ശബ്ദം കൊണ്ട് കരുത്തു പകർന്ന കഥാപാത്രങ്ങളിലേക്കാണ് നിയോൺ ഫ്രെയിംസ് ഇന്ന് കടന്നു പോകുന്നത്. എവർഗ്രീൻ ഫയർ വില്ലൻ വൺ ആൻഡ് ഓൺലി നരേന്ദ്ര ഷെട്ടി. ഇന്ന് നമ്മൾ മറന്നിട്ടുണ്ടാവില്ല നരേന്ദ്ര ഷെട്ടിയെയും അയാളുടെ ഗാംഭീര്യ ശബ്ദത്തെയും. നടൻ രാജീവാണ് സ്ക്രീനിൽ എത്തിയതെങ്കിലും ആ കഥാപാത്രത്തിന് ആ ഒരു ക്രൂരതയും പവറും നൽകിയത് വിജയ് മേനോന്റെ ശബ്ദമാണ്. സുരേഷ് ഗോപിയുടെ മുഹമ്മദ് സർക്കാർ എന്ന കഥാപാത്രത്തിന് മുന്നിൽ ഒട്ടും തളരാതെ നിൽക്കുന്ന വില്ലൻ വിജയ് മേനോൻ എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ റേഞ്ച് മനസ്സിലാക്കാൻ നരേന്ദ്ര ഷെട്ടി എന്ന കഥാപാത്രം മാത്രം മതി. ഒപ്പം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ തമിഴ് നടൻ സമുദ്രക്കനി അനശ്വരമാക്കിയ വില്ലന് തണുത്ത എന്നാൽ ക്രൂരമായ ശബ്ദം നൽകിയത് വിജയ് മേനോനായിരുന്നു. ഒരു അന്ധനായ മനുഷ്യനും അയാളെ വേട്ടയാടുന്ന വില്ലനും തമ്മിലുള്ള സിനിമയിൽ ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. നിന്റെ മുമ്പിലെ കൂരിനെട്ടിൽ നിന്റെ കയ്യെത്തും ദൂരത്തുണ്ട് ഞാൻ. സമുദ്രകനിയുടെ ക്യാരക്ടറായ വാസുദേവൻ സംസാരിക്കുമ്പോഴുള്ള ആ പ്രത്യേക താളം, അയാളുടെ അലർച്ച പോലും പ്രേക്ഷകരിൽ ഭയം നിറച്ചു. നിന്റെ നിഴലിലും നീ കേൾക്കുന്ന ശബ്ദത്തിലുമുണ്ട് ഞാൻ. ഈ ചിത്രത്തിലെ മികച്ച ഡബ്ബിങ്ങിലൂടെയാണ് 2016 മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിജയ് മേനോനെ തേടിയെത്തിയത്. ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? The great Ali Bhai. മോഹൻലാൽ ഷാജി കൈലാസ് കൂട്ടുകെട്ടിലെത്തിയ അലിബായ് എന്ന ചിത്രത്തിലെ കരുത്തനായ വില്ലന്റെ ഡയലോഗ് ആരും മറക്കാനിടയില്ല. യെസ്, കൂട്ടത്തിലെ കൊമ്പൻ. ഇന്ന് ഇതൊരു ട്രെൻഡിങ് ഐക്കോണിക് ഡയലോഗാണ്. കൊല്ലപ്പുഴയിലെ കത്തിയുടെ കാലമല്ല ഇത് അലി ഭായ്. വില്ലനും അലിബായും തമ്മിലുള്ള ആവേശകരമായ ഡയലോഗ് സീനുകളിൽ വിജയ് മേനോന്റെ ശബ്ദ ഗാംഭീര്യം ആ കഥാപാത്രത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. 2023 സൂപ്പർ ഹിറ്റ് ചിത്രമായ ഗരുഡനിൽ ബിജു മേനോന്റെ കഥാപാത്രത്തിന് അനുകൂലമായി കോടതിയിൽ മൊഴി നൽകുന്ന കേണൽ ഫിലിപ്പ് എന്ന കഥാപാത്രത്തെ ഓർമ്മയില്ലേ? തമിഴ് നടൻ തലൈവാസിൽ വിജയ് അവതരിപ്പിച്ച ഈ കഥാപാത്രത്തിന് ആ ഒരു ഗാംഭീര്യവും പക്വതയും നൽകിയത് വിജയ് മേനോന്റെ ശബ്ദമാണ്. അതുപോലെ ചാർലി എന്ന ചിത്രത്തിൽ വളരെ കുറച്ചു സമയം മാത്രമേ ഈ കഥാപാത്രം വരുന്നുള്ളൂ എങ്കിലും വിജയ് മേനോന്റെ ലിസ്റ്റിലേക്ക് ചേർക്കാൻ പറ്റിയ മറ്റൊരു മികച്ച ക്ലാസ് വർക്കാണിത്. അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയാം. ചിലപ്പോൾ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണ്. കുഞ്ചാക്കോ ബോബൻ ശാലിനി കൂട്ടുകെട്ടിലെ എവർഗ്രീൻ ഹിറ്റായ നിറം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. സിനിമയിൽ ശാലിനിയുടെ ഫിയാൻസിയായി വരുന്ന പ്രകാശ് മാത്യു എന്ന ക്യാരക്ടറിനെ ഓർമ്മയില്ലേ? ബോബൻ ആലുമൂടൻ അഭിനയിച്ച ഈ ക്യാരക്ടറിന് വേണ്ടി ശബ്ദം നൽകിയതും വിജയ് മേനോനാണ്. എന്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ ആ ഗാംഭീര്യ ശബ്ദം ആ ക്യാരക്ടറിനൊരു പ്രത്യേക വെയിറ്റേജ് തന്നെ നൽകി. മലയാളത്തിൽ ചില വില്ലൻ റോൾസിനും ക്യാരക്ടറിനും വിജയ് മേനോൻ നൽകുന്നത് പോലെയുള്ള ഒരു യുണീക്നെസ് നമുക്ക് ഈ ക്യാരക്ടറിലും കാണാൻ സാധിച്ചു. വില്ലൻ ആയാലും പോലീസ് ഓഫീസർ ആയാലും റോയൽ ക്യാരക്ടർ ആയാലും അദ്ദേഹത്തിന്റെ ഡീപ്പ് വോയിസ് വന്നാൽ ആ കഥാപാത്രത്തിന് വേറൊരു വെയിറ്റ് ഓട്ടോമാറ്റിക്കലി ലഭിക്കും. അതുകൊണ്ടാണ് ഇന്നും പല സിനിമാ പ്രേമികളും വിജയ് മേനോന്റെ ശബ്ദം പ്രത്യേകം തിരിച്ചറിയുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.